ഗൈസ്, സുൽത്താൻ്റെ വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പൂളിയും ബീഫുമാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമുക്ക് ഇതൊരു കുറച്ച് തോനെ പൂളുണ്ട്. അപ്പോൾ ഇത് കഴുകുക കേട്ടോ. നമുക്ക് കഴുകുക, പൈപ്പ് തുറന്ന് നല്ലോണം ഇത് കഴുകിയെടുക്കുക കേട്ടോ. നല്ലോണം കഴുകുക. ഇത് പറമ്പൻ പൂളയല്ല കേട്ടോ, പാടത്തെ പൂള കേട്ടോ. അപ്പോൾ വേവ് കുറവായ കാരണം ഒരു വിസിൽ മതി കണ്ട. ഓരോന്ന് കഴുകിയെടുക്കണം. പിന്നെ ചളി എത്ര അല്ലാതെ നമ്മൾ വെള്ളം പറഞ്ഞ് കഴുകിയാലും ഇത് പോകില്ല ചളി. അപ്പോൾ ഓരോന്ന് കഴുകിയാണ്ട് നമുക്ക് കണ്ടോ കൈയിട്ട് ഉരത്തി ഇങ്ങനെ എടുത്താൽ ഇപ്പോൾ ക്ലീൻ ആയിക്കിട്ടിട്ട് ശരിക്ക്. മറ്റേത് മണ്ണ് പോലെ ഇങ്ങനെ ഉണ്ടാവും എത്ര ഇതാക്കിയാൽ. മണ്ണ് കിടക്കുന്ന സാധനമല്ലേ നമ്മൾ തോല് കളയുമ്പോഴേ. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണോ വെള്ളം ഞാൻ അനാവശ്യമായി കളയാന്ന്. വൃത്തിയാക്കണമെങ്കിൽ അങ്ങനെ വേണം. മണ്ണുണ്ടോ കൈയായിട്ട് ഇങ്ങനെ ആക്കിയാലുള്ള എല്ലാം പോവുള്ളൂ കേട്ടോ. ചളിയാണ് ഇതൊക്കെ. ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയാൽ ജസ്റ്റ് ഒന്ന് കഴുകിയാലൊന്നും ഇതാവില്ല. ഇങ്ങനെ ഓരോന്ന് എടുത്തുങ്ങാണ്ട് ഇതേപോലെ ഞാൻ കഴുകാറാട്ടോ പൂള. കുറച്ച് തോനുണ്ട് കളിയില്ല. അപ്പോൾ ഇതെല്ലാം കേക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ കുറേ വട്ടം കേൾക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്നിട്ട് ഇതൊരു 5 ലിറ്ററിന് കുക്കറാട്ടോ. ഇതൊക്കെ നമുക്ക് ഈ പൂള എടുത്തിടാം. കണ്ടോ എടുത്തിടാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് പൂളൻ്റെ ഒപ്പം നമുക്ക് വെള്ളം വെക്കാം. ഒപ്പം കേട്ടോ, ഒപ്പം വേവണല്ലോ പറഞ്ഞു. ഓക്കെ മതി കേട്ടോ. അത് പിന്നെ ഞാൻ 2 കുട്ടികൾ തന്നെ ഉള്ളൂ. പക്ഷേ എന്താ എത്രയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോഴും കഴിക്കുക. നമുക്ക് ഉച്ച കഴിഞ്ഞ് കുട്ടികൾ വരുമല്ലോ അപ്പോഴും കഴിക്കട്ടോ. ഇതൊക്കെ ലേശം ഉപ്പ് വതറാട്ടോ. ലേശം നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഉപ്പിട്ടോ. ഇതിൻ്റെ അടപ്പ് ഇതാണ്. അപ്പോൾ അടപ്പടച്ച് പൂളൻ്റെ തോല അടപ്പടച്ചാലേ നമുക്ക് അടുപ്പത്തേക്ക് കയറ്റാട്ടോ. ആണോ അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീഫാട്ടോ. അതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ചെറുള്ളി ഇവിടെ കുറവാണ് നോക്കുമ്പോൾ. അപ്പോൾ എല്ലാ ചെറുള്ളിയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് ചെറിയുള്ളി തൊലിച്ചാട്ടോ. കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുള്ളി, വെള്ളുള്ളി,
തക്കാളി ഒഴിച്ചെടുക്കുക. ചെറുള്ളി തോലൊഴിച്ച് കഴിഞ്ഞു. വെള്ളുള്ളി 2-3 എടുത്തിട്ടുണ്ട്. ബീഫിക്കാണ്. ചെറിയ ഉള്ളിയാണ്. വെല്ലുള്ളിയിൽ ചെറിയ ഉള്ളി ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുള്ളൂ പൊരിച്ച് കഴിയുമ്പോഴത്തേനും. പിന്നെ അപ്പുറത്തെ സ്കൂളാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. കേട്ടോ, അപ്പോൾ അതൊന്നും വിചാരിച്ചിട്ട് ആയിരിക്കുക. അപ്പോൾ വെല്ലുള്ളി റെഡി. കണ്ണിരുന്നു കേട്ടോ. ഈ ഉള്ളി വേണ്ട, ഇത്ര ഒന്നും കൂടി എടുക്കാം അല്ലേ. നാലുള്ളി കേട്ടോ. ഇത് ഞാൻ കേകിയാണ്ട് വരാം കേട്ടോ. കേകി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഉള്ളി തൊലിച്ച് കഴിഞ്ഞു കേട്ടോ. 4 ഉള്ളി നമ്മൾ തൊലിച്ച് കഴിഞ്ഞ് കടിയ. ചെറിയ ഉള്ളി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ചതക്കണില്ല കേട്ടോ, കാരണം ചെറുള്ളി കുറവാണ്. കണ്ടോ, ഇത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ഒക്കെ ഇടാം കേട്ടോ. ഒന്ന് കൂടുതൽ മാറ്റാം. ശരിക്കും ചെറിയുള്ളി ബീഫൊക്കെ നല്ലോണം വേണം കേട്ടോ, അതാട്ടോ അതിൻ്റെ ടേസ്റ്റ്. എത്ര ചെറിയുള്ളി ഇടണോ അത്ര ടേസ്റ്റായിരിക്കും. അതുപോലെ വലിയ ജീരകം, അതും 2 പോണ വെളുത്തുള്ളി ഇഞ്ചിയിട്ട് അരച്ച് അത് ബീഫിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാട്ടോ. ഞാൻ അങ്ങനെ വെക്കാറ്. അപ്പോൾ നോക്കുമ്പോൾ ചെറുള്ളി ഇല്ല, ഞാൻ തലേന്ന് കൊടുന്ന് വെക്കാറാണ് ഒക്കെ. അപ്പോൾ ചെറുള്ളി കടിയ, ഈ 2 പോണ വെളുത്തുള്ളി ബീഫൊക്കെ നമ്മൾ തോന്നിടൂല കേട്ടോ. ചൊല്ലിടുക. ഇതിലൊന്നുമില്ല ഗൈസ്, കത്തിച്ച് കിടക്കാർ. ശരിക്കും ചതച്ചിടണം കേട്ടോ, പക്ഷെ ചതച്ചിടുന്നില്ല. ചെറുതാക്കി അരിയട്ടോ. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ബീഫ് ആണ് കേട്ടോ. വെള്ളിയാഴ്ച ബീഫ് അറിവുണ്ടാവുമല്ലോ. അപ്പോൾ
അങ്ങനെ വാങ്ങിട്ടോ. രണ്ട് പൊടി കൂടി ഇടാം കേട്ടോ, ചെറുള്ളി കുറവാണ്. കണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് ഇവിടെ LKG UKG മദ്രസൊക്കെ അടുത്താട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സൗണ്ടുകളൊക്കെ നമ്മൾ കേൾക്കും. അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യേണ്ടി വരും. നോക്കിയേക്കാണ് സ്കൂള്. അപ്പോൾ നമ്മളെ പൂള നമ്മൾ ഗ്യാസിന് വെച്ചിട്ടുണ്ട്, വിസിലടിച്ചിട്ടില്ല. ഒരു കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആള് കുറവാണല്ലോ, ഞാനും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 കിലോ ഇട്ട് വെക്കണം. അങ്ങനെ 2 ദിവസം ഉണ്ടാവും. കൂടുതൽ കഴിക്കൊന്നുമില്ല, കഴിച്ച് കൂടിയാലോ വെച്ചിട്ട്. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടി വരും വെയിറ്റ് വെച്ചാൽ. അപ്പോൾ ഫുഡടി കുറവാണ് ഉണ്ടാക്കുന്നുള്ളൂ. അതൊക്കെ അടിയുക. അപ്പോൾ അവിടെ വെളുത്തുള്ളിയായി, വെല്ലുള്ളിയായി, ചെറുള്ളി ആടി ഉണ്ട് കേട്ടോ. ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചാടുന്നത്. ഇനി ഇഞ്ചി ഒരു പൊട്ടിടാം അല്ലേ. ചതച്ചിടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്. ചെറുള്ളി ഇല്ല, പിന്നെ ഇനിയിപ്പോൾ ഇതിനായിട്ട് ചതക്കേണ്ടി വെച്ചിട്ടാട്ടോ. ചതക്കാക്കും നമുക്ക് ബീഫ് വെക്കുമ്പോൾ ചെറുള്ളി മസ്റ്റായിട്ട് ഇടണം. ഇവിടെ വലിയ ജീരകവും കുറവാണ്. അതൊന്നും ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ അതൊന്നും ഇട്ടാലും എൻ്റെ ബീഫ് ശരിയാവില്ല, ചിലപ്പോൾ ഇടാതെ ശരിയാവും. ഒക്കെ എൻ്റെ ഒരു മൂഡനുസരിച്ചാട്ടോ. നല്ല സന്തോഷത്തിൽ നല്ല മൂഡാണെങ്കിൽ എന്ത് റെസിപ്പി ഇല്ലെങ്കിലും, എന്ത് ചെറുള്ളി ഇല്ലെങ്കിലും വെല്ലുള്ളി ഇല്ലെങ്കിലും എൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ ദേഷ്യത്തിലും സങ്കടത്തിലും ആണെങ്കിൽ പിന്നെ അത് വേറെ അറിയും. ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡ് അറേഞ്ച് ചെയ്യും. പിന്നെ എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു ഇതിങ്ങനെ ആവുന്നു പറയൂട്ടോ. എൻ്റെ മൂഡനുസരിച്ചാണ് ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുക. അത് സാധനം നമ്മൾ സന്തോഷത്തോടെ നല്ല ഇഷ്ടത്തിൽ വെച്ചാൽ അത് വേറെ ടേസ്റ്റ്. അതിന് സാധനം ഇല്ലെങ്കിലും അല്ല, എല്ലാം ഉണ്ടായിട്ടും എൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ ഞാൻ സങ്കട ദേഷ്യത്തിലോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പറയും ചെയ്യും കേട്ടോ. അവരപ്പം എനിക്കറിയാം ഇങ്ങനെ തന്നെ ആവുന്നു, എൻ്റെ മുഖമൊന്നും ശരിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, വെല്ലുള്ളി എല്ലാം സെറ്റായി. ഇനി നമുക്കിതൊക്കെ വേണ്ട എന്താ പച്ചമുളകും തക്കാളി കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും. പച്ചമുളക് 4 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി 2 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളക് മതിയാവും. മുളകും പൊടി ഇടുമല്ലോ നമ്മൾ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് കേട്ടോ. ഫ്രിഡ്ജ് 6 വർഷമായി. ഇതെന്താ വെച്ചാൽ ഇത് എന്തോ ഒരു വീട്ടിൽ പരിപാടി നടന്നപ്പോഴേ എന്തോ കയ്യുമെന്നായതാണ്. ഇത് ശരിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
എല്ലാവരും ഈ സുർക്ക അത് ആസിഡൊക്കെ തട്ടിപ്പിടിച്ചിട്ട് എന്തൊരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടായിട്ടോ, കൂടുതലൊന്നും ആയിട്ടില്ല. പിന്നെ വൈൽപൂളിൻ്റെ ആണ്, 3 സ്റ്റാർ ഉണ്ട്. പുതിയതോ തോനൊന്നും ആയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഫാൾട്ട് പറ്റിപ്പോയി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ വെള്ളുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്തു. നമുക്ക് 2 തക്കാളി വേണ്ട, ഈ ഒരു തക്കാളി, ഇതിൻ്റെ ഒരു 1/2 തക്കാളി, 2-3-4 പച്ചമുളകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കേക്കിയാണ് കൊണ്ടുവരാം. കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളെ പിന്നെ ഉള്ളി വാട്ടി കഴിഞ്ഞിട്ടാണ് തക്കാളി ആദ്യം നമ്മൾ ശരിക്കും വെള്ളുള്ളി വാട്ടിയിട്ട് ചെറുള്ളി വെളുത്തുള്ളി ചതച്ചാടി ചെയ്തിട്ടാണ് ഇടാറ് കേട്ടോ. അങ്ങനെ ഇടാറ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് കഴുകുക കേട്ടോ. ബീഫ് കഴുകിയിട്ടില്ല, ബീഫ് ഫ്രിഡ്ജിലാണ് ഞാൻ നുറുക്കിയാനെ വെച്ചാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് എടുക്കാൻ വിചാരിച്ചാണ് ഉണ്ടോ. 1 കിലോ ബീഫുണ്ട് നമ്മൾ വെക്കുന്നത്. ചെറിയ കുക്കറാട്ടോ, കുറച്ച് വെക്കണുള്ളൂ. കഴുകുക നമുക്ക് നല്ലോണം അറിയില്ലേ. ഇതിൻ്റെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കട്ടെ കേട്ടോ. ഇത് മതി. പിന്നെ ഫ്രീസറൊക്കെ വെക്കട്ടോ, നമുക്ക് നാളെ എടുക്കാം. അടിയിൽ വെച്ച് ചിലപ്പോൾ കിടന്നാലോ. ആഹാരങ്ങളെ എപ്പോഴും ഫ്രീസറിൽ കൊടുന്ന് വെക്കണം. എൻ്റെ ഫ്രീസർ ഫുൾ കാലിയാണ്. ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല, കാരണം ഞങ്ങൾ അങ്ങാടിയിൽ ഫിഷും മീനും ബീഫും ചിക്കനൊക്കെ ഇറങ്ങുന്നത് തന്നെ അങ്ങാടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ത് വേണമെങ്കിലും കിട്ടും, 2 അടി നടന്നാൽ മതി. ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പൈസ ഉണ്ടാവുമ്പോൾ ഒക്കെ പോയി വാങ്ങാലോ. ഇത് നല്ലോണം ചെയ്യുക കേട്ടോ. ഒരു കൂടവാക്കി മറന്ന് നല്ലോണം നമുക്കിത് വാഷ് ചെയ്യാം. എനിക്ക് ഈ ബീഫ് കഴിക്കുമ്പോഴേ ഈ ചുവപ്പ് കളറില്ലേ, ഞാനത് പോകോളം കഴിക്കട്ടെ. ഒരു 4-5 പ്രാവശ്യം കഴിക്കാലും ആ ചുവപ്പ് കളറുണ്ടാവും. എന്താ അറിയില്ല, ആണ് പോയി കിട്ടൂല. ഒരു സന്തോഷം എന്നാലും ഉണ്ടാവുക. അത് കളറ് ഫുള്ള് പോയി കിട്ടുമോ. കുറേ പ്രാവശ്യം ചെയ്തു ഞാൻ കഴിയിട്ട്. ബീഫ് എനിക്ക് നല്ലോണം കഴിക്കണം, നല്ല ഫ്രഷായിട്ട് ആക്കണം. ചുവപ്പ് കളർ പോയിട്ടില്ല കേട്ടോ, ചുവപ്പ് കളർ പോയിട്ടില്ല. അപ്പം ഇനിയും കഴിയുക കേട്ടോ. ഈ ബീഫ് കഴുകിയ വെള്ളം നമ്മൾ ചെടികൾക്ക് ഫസ്റ്റ് കഴുകണ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമല്ലേ. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ തൈകൾ, ബഡ് തൈകൾ ഉണ്ടാവില്ലേ, വെജിറ്റബിളൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യമൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോഴും പോയിട്ടില്ല ചുവപ്പ് കളർ. ഇനി എത്ര കഴിയാലും ഉണ്ടാവും ഗൈസ് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും ഫ്രഷായി തോന്നുമ്പോൾ നമുക്ക്
ബീഫ് ഇവിടെ കഴുകി കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ, നമുക്ക് നമ്മളെ പൂളുണ്ടല്ലോ മരച്ചീനി, ഇതിവിടെ വിസിലായിട്ട് അടിച്ചിട്ടില്ല, അടിച്ചിട്ടോ. എന്നിട്ട് വേണം ബീഫ് കയറ്റി വെക്കാൻ. നമുക്കിവിടെ വൃത്തിയാക്കട്ടെ. നമ്മൾ ഉള്ളി തൊലിച്ചതാണ്. ഇവിടെ മരച്ചീനിൻ്റെ വേസ്റ്റ് ഏതായാലും ഉണ്ട്, പൂളിൻ്റെ അയക്കറ കൊട്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കളയാം. ഓക്കെ, ഇവിടെ കുഴിയുണ്ട്, അവിടെ ഇടാറ്. ഇഞ്ചി, അപ്പോൾ ഇങ്ങനെ കേട്ടോ കൊണ്ടേ കളയാട്ടെ. ഇത് വിസിലൊന്നും അടിക്കണില്ല ഗ്യാസ്. ഇത് കഴിഞ്ഞിട്ട് വേണം തീ വെക്കാൻ. ഉള്ളിപ്പാത്രം അടിയിൽ വെക്കാം. അപ്പോഴത്തിന് തക്കാളി, പച്ചമുളകും കഴിഞ്ഞിട്ട് വെള്ളം കളയാം. കേട്ടോ, ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. തക്കാളി കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. രണ്ട് തക്കാളി എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ ഇടണോ എന്നാൽ പാലിക്കും ഇടണോ, എൻ്റെ ആവശ്യമില്ല. തക്കാളി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഇഞ്ഞെടുക്കുന്ന ദിവസമൊക്കെ ചെയ്യും. ഇപ്പം ഇടാം. മധുരം ഉണ്ടാവും അറിയില്ല. മധുരം കൂടാവും. കൂടുതൽ ഉള്ളിയും വലിയ ഉള്ളിയും തക്കാളിയും ബീഫ് ആഡ് ചെയ്താൽ മധുരം കൂടും കേട്ടോ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ 1.5 ഉള്ളൂ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മധുരം ഉണ്ടായി അതിൻ്റെ ടേസ്റ്റ് പോകും. പീസ് ബാക്കിയാട്ടാ ഫ്രിഡ്ജിൽ വെക്കാം. ഈ പച്ചമുളക് ഞാൻ ബീഫ് വെക്കണ പോലെയാണോ നിങ്ങളൊക്കെ ബീഫ് വെക്കുകയെന്ന് അറിയില്ല. ഇത് എന്തായാലും നോക്കിയോ കാണും. വെള്ളിയാഴ്ച ആയിട്ടേ നീച്ചാൻ വൈകി, അതുകൊണ്ടാണ് എല്ലാതും ബേക്കാത്. നിസ്കരിക്കാനും ഉണ്ടായിരുന്നില്ല, പിന്നെ വൈകി നീച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബീഫ് റെഡി, വെല്ലുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി റെഡി, തക്കാളിയും പച്ചമുളക് റെഡി. ഇനി നമുക്ക് വേണ്ടത് എന്താ കണ്ടോ, നമ്മളെ പൂള വിസിലടിക്കണില്ല ഗൈസ്. അതടിച്ചിട്ട് വേണം നമുക്കൊരു പാത്രം സെറ്റാക്കട്ടോ. നമുക്ക് പൂളിടാനേ ഇതാ ഇത് ഒന്ന് ചുവറ്റാം. വിസില് പോണല്ലോ അല്ലേ, എന്നിട്ടുള്ളൂ ഇതാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, വിസിൽ വരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നോട്ടെ. ബീഫ് എന്താ വെച്ചാൽ ബീഫ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് ബീഫിലേറെ ഇഷ്ടം ചിക്കനാണ്. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ വലിയ മോനിക്കും ബീഫാണ് ഇഷ്ടം. എനിക്കും എൻ്റെ പെൺകുട്ടിക്കും മോക്കും ചിക്കനാണ് ഇഷ്ടം കേട്ടോ. ഫിഷും അവർക്ക് മോനും ഹസ്ബൻഡിനും ബീഫാട്ട് ഇഷ്ടം. പക്ഷെ എല്ലാം വാങ്ങും, അപ്പം എല്ലാവരും കൂട്ടും കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടും. അപ്പം വിസിലിങ്ങനെ വരുന്നില്ല. ഒരു വിസിലടിച്ചാൽ പിന്നെ അങ്ങനെ വരും കേട്ടോ. ഒന്ന് അടിച്ചിട്ടാരാ പണി. പിന്നെ കുറച്ച് തോനെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിന് ഇവിടെ പോയി സെറ്റാക്കാം. അത് തുടച്ചുകൊണ്ട് ശരിയാക്കാം. വെള്ളത്തിൽ മുക്കാട്ടോ. തുറക്കാം. നമുക്ക് ഇപ്പുറത്തെ അടുപ്പ് കേടാണെങ്കിൽ ശരിയായി. ഞാൻ ശരിയാക്കിച്ചിട്ടില്ല. ഇവിടെ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രോണിക് കടയിലൊക്കെ തന്നെയാണ്. പക്ഷെ വേണ്ട വെച്ചിട്ട് തന്നെ നമുക്ക് അതിലുണ്ടാക്കാമല്ലോ. അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കത്തുണ്ടോ കത്തിഞ്ഞ് ഇങ്ങനെ കേട്ടോ. അങ്ങനെ ഞാൻ കേടും ചിലപ്പോൾ. ഇത് അടഞ്ഞിക്കണം. ഇതിൻ്റെ കരിയിലൊക്കെ അടഞ്ഞിക്കണം. അത് വരുന്നേ അതായിട്ടാണ് അവിടെ തിന്നിക്കാൻ. അതൊന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ഈ വെള്ളിയാഴ്ച ആർക്കൊക്കെ ഗൈസ് പൂളല്ലത് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വേവില്ലാത്ത പൂളാവുണ്ടേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആയിട്ടില്ലെങ്കിലും അവിടെ കത്തിച്ചപ്പോൾ ഇവിടെ കെട്ടിക്കണം. എന്ത് സംഭവം എന്ന് പറയുക. വരും കേട്ടോ. സ്ലിപ്പ് വരും. ഇന്ന് വെള്ളിയാഴ്ച ആർക്കൊക്കെ ഗൈസ് പിന്നെ ബീഫില്ലത്? എല്ലാവരും ബീഫ് വാങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ കൂടിയൊക്കെ എല്ലും പുളിയും വെക്കും കേട്ടോ. എല്ല് പറഞ്ഞാൽ കുറച്ച് നെയ്യ്, അതിൽ ഇറച്ചിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് ഇതിനൊരു പേരും പറയും. എന്താ എല്ല് നല്ല അറിയാം. കച്ചറ അറിയും. അതും ബീഫും വെക്കും കേട്ടോ. അത് എങ്ങനെ വെക്കുക വെച്ചാൽ അത് ഞാൻ മേടിച്ചിരുന്നു. പക്ഷേ ബീഫ് വാങ്ങി കൊടുന്നിട്ടാണ് എനിക്ക് പൂള കിട്ടിയത് കേട്ടോ. അടുത്തുനിന്ന് തന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെട്ടി നുറുക്കി ചിലപ്പോൾ അതിന് നരമ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, ലിവർ, അതൊക്കെ
എല്ല് അങ്ങനത്തെ സംഭവങ്ങൾ അതിനാണ് കച്ചറ അറിയാം കേട്ടോ. അതൊക്കെ നമ്മൾ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ബീഫ് മസാല ഒക്കെ ഇട്ട് കുക്കറിൽ 4-5 വിസിലടുപ്പിക്കാം, 5-6 അടുപ്പിക്കാം. അടിച്ചിട്ട് നമ്മൾ എന്താട്ടുക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഈ പൂള ഉണ്ടല്ലോ നുറുക്കിയത്, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, വിസിൽ കഴിഞ്ഞിട്ട് പൂള ഇട്ടിട്ട് 1-2 വിസിലും കൂടി അടുപ്പിച്ചാൽ എന്നിട്ട് അതങ്ങോട്ട് ഒരു തവ എടുത്തിട്ടാണ് ഇളക്കിയാണ് ഉപയോഗിച്ചാണല്ലോ ഇതിലേറെ ടേസ്റ്റാട്ടോ. ബീഫും പൂളിയിലേറെ ടേസ്റ്റാണ്. അപ്പം നമ്മളെ കാത്തിരുന്ന വിസിൽ വരുന്നുണ്ട്, പഠിക്കും പൊക്കി കൊടുക്കും. ഒന്നും കൂടി അടിച്ചോട്ടെ കേട്ടോ. അപ്പം മതി കേട്ടോ, ഇത്ര അടിച്ചാൽ മതി കേട്ടോ. പിടിക്കണമെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ അടുപ്പത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ ബീഫ് വെക്കാം. ലേശം ഓയിൽ ആഡ് ചെയ്യുക, കുറച്ച് തോനെ ആഡ് ചെയ്ത് കേട്ടോ. അപ്പം അതിക്ക് ഒന്നങ്ങട് ചൂടായി വരുമ്പോൾ നമ്മളെ വെള്ളിയുള്ളി, ഉള്ളികളുണ്ടല്ലോ, ചെറിയുള്ളി, വെളുത്തുള്ളി എല്ലാം ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇങ്ങനെ ചാടിയുകൊണ്ട് ചെറിയ കുക്കറാവിടെ ലേശം ബീഫിലല്ലേ, നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ലേശം ഉപ്പിടാം, എന്നാൽ വേഗം ആയി കിട്ടും. അറിയണേക്കാം വെല്ലുള്ളിക്ക് ഉപ്പ് ഇട്ട് ആഡ് ചെയ്താൽ നല്ലോണം ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപ്പിടാം. ഇനി വേണ്ടത് വിളക്കാം കേട്ടോ. അടി പിടിച്ചാലോ എന്നിട്ട് നല്ലോണം ഇളക്കൊന്നും വേണം കേട്ടോ. ജസ്റ്റ് ഒന്നാണ് ഇളക്കുക. ഞാൻ എങ്ങനെ കേട്ടോ ബീഫ് വെക്കാറ്, ഒന്നിളക്കുക കണ്ടോ. അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ഉണ്ടല്ലോ നമ്മളിവിടെ മാറ്റി വെച്ചേ കണ്ടോ, ഇത് ആഡ് ചെയ്യാം. മതി, ഇത്ര മതി. ഇതും കൂടി കൂട്ടി ഇളക്കുമ്പോൾ സെറ്റാവും. ഓക്കെ, ഇളക്കുക. ഒന്നൂടെ വയന്നോട്ടെ കേട്ടോ. സെറ്റായി നിന്നു കേട്ടോ. ഒന്നുകൊണ്ട് വാടിക്കോട്ടെ.